ഫ്രാൻസ് നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് പോൾ പോഗ്ബ. ഫ്രാൻസിന് മികച്ച കളി കാഴ്ചവെച്ചുകൊണ്ട് 2018 വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ മുന്നിൽ നിന്ന് നയിച്ചതും അദ്ദേഹമായിരുന്നു. 2018 അർജൻറ്റീന നാഷണൽ ടീമിനെ നോക്കൌട്ട് സ്റ്റേജിൽ പുറത്താക്കിക്കൊണ്ട് ഫ്രാൻസ് മുന്നേറിയത്. ഇപ്പോഴത്തെ ആ മത്സരത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഒരിക്കൽ പോലും ഒരു മത്സരം വിജയിച്ചതിന് ശേഷം എതിർ താരങ്ങളെ പോയി സമാധാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് ക്ഷമ പറയുകയോ ചെയ്തിട്ടില്ല. സാധാരണ വിഷ് ചെയ്താണ് ഞാൻ പോകാറ്. പക്ഷേ 2018 അർജൻറ്റീനയെ തോൽപ്പിച്ചതിന് ശേഷം ഞാൻ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, സോറി, ഞാൻ നിങ്ങളെ ഈ മത്സരത്തിൽ നിന്ന്, ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താക്കിയതിൽ ഖേദിക്കുന്നു. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ തോൽക്കാൻ അർഹനല്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് വിരമിച്ചപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു. 2022 ഖത്തർ വേൾഡ് കപ്പിൽ അർജൻറ്റീന വിജയിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ലയണൽ മെസ്സിയോട് വേൾഡ് കപ്പ് നേടിയത് എനിക്കൊരു സാധാരണമോ അസാധാരണമായ കാര്യമായി തോന്നിയില്ല. കാരണം അദ്ദേഹം മിനിമം 3 വേൾഡ് കപ്പെങ്കിലും നേടാൻ അർഹിച്ച താരമാണ്. കാരണം അദ്ദേഹം ഫുട്ബോളിന് വളരെയധികം സംഭാവനകളാണ് നേടിത്തന്നത്. അതുകൊണ്ട് തന്നെ അർജൻറ്റീന വേൾഡ് കപ്പ് നേടിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിരുന്നു. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നുവെങ്കിൽ അദ്ദേഹം 3 വേൾഡ് കപ്പ് നേടിയിരുന്നേനെ. അദ്ദേഹം ഒരിക്കൽ പോലും ഞാനാണ് മികച്ചവനെന്ന് പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ലയണൽ മെസ്സിയോട് എനിക്കിഷ്ടം കൂടാനുള്ള ഏറ്റവും വലിയ കാരണം. അദ്ദേഹം മികച്ച കളിക്കാരനും അതിലുപരി ഏറ്റവും നല്ല മനുഷ്യൻ കൂടിയാണ്.